ടോട്ടലായിട്ട് 9 സെന്റ് സ്ഥലത്ത് 3000 സ്ക്വയർ ഫീറ്റിലെ നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. വീട് ഇത്തിരി പഴക്കമുണ്ടെന്നുണ്ടെങ്കിലും നല്ല കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള റീസെൻ്റായിട്ട് റെനോവേഷനൊക്കെ കഴിഞ്ഞ് താമസയോഗ്യമായിട്ടുള്ള വീടാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം കുണ്ടമംകടവ് ക്ഷേത്രത്തിന് തൊട്ടടുത്താണ്. നമുക്ക് വലിയവളയിൽ നിന്ന് വരുമ്പോഴത്തേക്കും ക്ഷേത്രത്തിന് തൊട്ട് മുന്നേ വലത്തോട്ട് കാണുന്ന റോഡ് ദേവി നഗർ. അതിങ്ങനെ കയറുമ്പം തന്നെ ഫസ്റ്റ് ലെഫ്റ്റിലേക്ക് തിരിയുക. വ്യാസ് ഹോസ്പിറ്റലൊക്കെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത്. ദേവി നഗർ 128 വീട്ട് നമ്പർ. ഈസിലി നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം. ടോട്ടലായിട്ട് 9 സെന്റ് സ്ഥലമുള്ളതുകൊണ്ട് തന്നെ വീടിന് മുൻവശത്തായാലും അതുപോലെ തന്നെ പിൻവശത്തായാലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ ഒത്തിരി ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ കാഴ്ച നിൽക്കുന്ന സപ്പോർട്ടൊക്കെ കാണാൻ സാധിക്കും. ഇവിടെയായിട്ട് നമുക്ക് കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. അത് പോയിട്ട് ഈ വണ്ടികൾ കിടക്കുന്ന നോക്കി ഇതുപോലൊരു 3 വണ്ടിയും കൂടെ നമ്മുടെ കോമ്പൗണ്ടിൽ വേണമെങ്കിൽ നിർത്താൻ സാധിക്കും കേട്ടോ. ഈ ഭാഗത്തായിട്ട് ഷട്ടറുള്ള ഒരു കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഇവർക്ക് ഇതിനകത്ത് കുറേ ഈ സൗണ്ട്സിൻ്റെ പരിപാടിയാണെന്നുണ്ട്. കുറേ കാര്യങ്ങൾ അങ്ങനെ വാരി കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ റീസെൻ്റായിട്ട് പെയിൻറ്റിങ് നടന്ന സമയത്ത് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അലങ്കോലമായിട്ട് കിടപ്പുണ്ട് കേട്ടോ. അത് ചിലപ്പം വീഡിയോയിൽ കാണാൻ സാധിക്കും. എന്തായാലും വീട് നേരിട്ട് വന്ന് കാണാം. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു വീടാണ്. 5 ബെഡ്റൂം ഉണ്ട്. ഈ കാണുന്ന പോലെയാണ് നമ്മുടെ കോമൺ സ്പേസ്. ഇവിടെ ആയിട്ട് ഡൈനിങ് ഏരിയ കാണാൻ സാധിക്കും. വീട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള കഞ്ചക്ഷനും ഫീൽ ചെയ്യത്തില്ല കേട്ടോ. ഇത് ഏകദേശം 20 വർഷത്തിന് മേളിൽ പഴക്കമുള്ള വീടാണ്. നമുക്ക് താഴെയെല്ലാം മാർബിളാണ് ഇട്ടിട്ടുള്ളത്. ഇത് നമ്മുടെ കിച്ചൺ സ്പേസ് ആണ്. കിച്ചൺ ഫുള്ളായിട്ട് മോഡുലാർ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാം. ഇതാണ് നമ്മുടെ പിൻവശം. അതായത് വീടിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കി ബാക്കിലേക്ക് വരുമ്പോഴും നല്ല സ്പേഷ്യസ് ആണ്. കാരണം 9 സെന്റ് സ്ഥലമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബാക്കിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് കിട്ടുന്നുണ്ട്. ഒത്തിരി മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് വീട്ടിന് അത്യാവശ്യം ചുറ്റുവട്ടമൊക്കെ ഇറങ്ങിയാലും നല്ലൊരു തണുപ്പാണ്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 3 ബെഡ്റൂംസ് ഉണ്ട് കേട്ടോ. ഈ കാണുന്ന പോലെ അത്യാവശ്യം വലിപ്പമുള്ള റൂമുകളാണ്. ഇതുപോലെ കബോർഡ് കാണാൻ സാധിക്കും. ബാത്റൂമിനകത്ത് ഫിറ്റിങ്സ് എല്ലാം തന്നെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇതിനകത്തുള്ള പൈപ്പ് ഫിറ്റിങ്ങും അതുപോലെ സാനിറ്ററി വെയർസും 2 വർഷം മുന്നേ പൂർണ്ണമായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതെല്ലാം അങ്ങനെ തന്നെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം കാണാം. എല്ലാ റൂമുകളും അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. അങ്ങനെ കഞ്ചക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ കാണുന്ന പോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. എങ്ങനെയാ വെച്ചാൽ നമുക്ക് ഇന്നത്തെ കണ്ടീഷനിൽ ഇതുപോലെ ഒരു 3000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇഷ്ടികയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഫീറ്റിന് ഇപ്പോൾ 3000 രൂപ പുറത്തേക്കാവും കേട്ടോ. നമുക്ക് ഒരു പഴയ വീട് വാങ്ങുമ്പോഴത്തേക്ക് അതാണ് നമുക്കൊരു ബെനിഫിറ്റ്. ഇത് 3ാമത്തെ റൂമാണ്. അതിലും കബോർഡും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുള്ള ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നു വെച്ചാൽ ഇവരൊരു സ്റ്റോർ റൂം പോലെ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് നിങ്ങൾക്ക് ബാത്റൂമാക്കി തന്നെ മാറ്റിയെടുക്കാവുന്നതുമാണ്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ വലിയൊരു കോമൺ സ്പേസ് കാണാം. പിന്നെ 2 ബെഡ്റൂം, ഒരു ഓപ്പൺ ടെറസ്, ബാൽക്കണി. ആ രീതിയിലാണ് നമ്മുടെ ഒരു ലേഔട്ട് വരുന്നത്. ഇവിടെ ആണെങ്കിൽ നല്ല വലിയൊരു കബോർഡ് സൗകര്യം എല്ലാം ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനെയൊക്കെ നമുക്ക് ഇനിയും കുറേ കൂടെ മോഡേൺ രീതിയിൽ, അതായത് ഇന്നത്തെ രീതിയിൽ ഇന്റീരിയർ വർക്കൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ അകത്തുള്ള ആംബിയൻസ് ഇപ്പോൾ ഉള്ളതിൽ ഒരു 10 മടങ്ങ് മാറ്റിയെടുക്കാൻ സാധിക്കും. നമുക്ക് മേളത്തെ നിലയിൽ 2 ബെഡ്റൂം ഉണ്ട്. അതിൽ 1 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇതാണ് ആദ്യത്തെ റൂം. കബോർഡുണ്ട്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് എല്ലാം തന്നെ നീറ്റായിട്ട് ഇൻടാക്റ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇതിന് ബാത്ത് ടബ് അടക്കം ഈ ഒരു റൂമിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഈ കാണുന്ന പോലെ അടുത്തൊരു ബെഡ്റൂം ഉണ്ട്. ഇതിനകത്തായാലും കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു സ്റ്റഡി റൂം പോലെയൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. AC ഒക്കെ ഇൻസ്റ്റാൾഡ് ആണ്. നമുക്ക് ഇത് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇവിടെ ആയിട്ട് നമുക്ക് അടുത്തൊരു ഓപ്പൺ ടെറസ് കാണാം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ഓപ്പൺ ടെറസ് എന്ന് തന്നെ പറയാം. ഇനി ഒരു റൂമൊക്കെ ഇറക്കണമെങ്കിൽ തന്നെ അതിനുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ടെറസിലേക്ക് എൻട്രി വരും. അതുപോലെ തന്നെ തുണിയൊക്കെ അതിലേക്ക് ഉണക്കാനിടണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ട് പ്രയോജനപ്പെടുത്താവുന്നതാണ്. നമുക്കിനി മുൻവശത്ത് വലിയൊരു ബാൽക്കണി സ്പേസ് കൂടെ ഉണ്ട്. നമുക്കിതിൻ്റെ ഈ വീടിൻ്റെ ചുറ്റോട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല വീടുകളുള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ. എങ്ങനെയാ വെച്ചാൽ ഇവിടെ നിന്ന് പെട്ടെന്ന് നമുക്ക് തിരുമല സൈഡ് കയറണമെങ്കിൽ അങ്ങനെ കയറാം. പൂജപ്പുര ഈസിലി കയറാം. അതുപോലെ പെട്ടെന്ന് തന്നെ മരുതൻകുഴി, ശാസ്തമംഗലം, അങ്ങനെ നമുക്ക് സിറ്റിക്കകത്തേക്ക് നല്ല രീതിയിൽ ആക്സസ് ഉള്ള ഒരു ലൊക്കേഷൻ. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷവും കൂടെയാണ്. ചുറ്റോട്ടം നോക്കി ഇതുപോലെ നല്ലൊരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷൻ എന്ന് തന്നെ പറയാം. ഉദ്ദേശിക്കുന്ന വില 1.5 കോടി രൂപയാണ്. 9 സെന്റ് സ്ഥലത്ത് 3000 സ്ക്വയർ ഫീറ്റ് വീട് ഉൾപ്പെടെ ഉദ്ദേശിക്കുന്ന വില 1.5 കോടി രൂപയാണ്. പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ആ കാര്യം നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്.